സുവിശേഷ വേലയിൽ ഇറങ്ങിയ നാൾ മുതൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. കർത്താവ് മാത്രമേ അച്ഛാ കൂടെ കാണല്ലേ അച്ഛാ. മണക്കാരയിലും പല ബൈബിൾ കോളേജ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് വിളിച്ചിട്ട് എനിക്ക് നേരമില്ല. അവിടെ വിസിറ്റിങ്ങിന് ചെല്ലും പ്രസംഗിക്കാൻ 1-2 ദിവസങ്ങളിൽ ഈ കോളേജുകളിൽ. ഞാൻ ചെറുപ്പക്കാരോട് പറയും, മക്കളെ സംഘടന കൂടെ കാണുമെന്നും പറഞ്ഞ്, പ്രസ്ഥാനം കൂടെ കാണുമെന്ന് പറഞ്ഞ്, നേതാക്കൾ കൂടെ കാണുമെന്ന് പറഞ്ഞ് വിശേഷ വേല ചെയ്തത്. ഇവരെല്ലാം നിന്നെ വിട്ടുപോകും, ഒറ്റിക്കൊടുക്കും, കാലുവാരും, കൈവിടും. പക്ഷെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് നീ ഏകനല്ലതാൻ. ഒന്ന് ശക്തിയോടെ കരമൊക്കെ അടിച്ചോ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു, വാ തുറന്ന് പറഞ്ഞു. ആരെയും കണ്ടോണ്ട് വിശ്വാസത്തോടെ നിൽക്കരുത്. ഞാനൊന്നുകൂടെ പറയാ, നീ നിന്നെ കൂട്ടായ്മ നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല, നിന്റെ വീണ്ടെടുപ്പുകാരന്റെ സ്നേഹമത്രേ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അനുഗ്രഹിതനായൊരു ദൈവദാസനെ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പോരുതെന്ന് പറഞ്ഞ ആളല്ല. ഇപ്പോഴാണ് എനിക്ക് കുറേയും കൂടെ ശൗര്യം കൂടിയിരിക്കുക വിസയുള്ള ബന്ധത്തിൽ. അതെൻ്റെ കെയറിങ്. ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ പല കാര്യം ഇവിടെ കാണും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടിരിക്കുക, ഇതൊക്കെ ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവിടെ സത്യം പാസ്റ്ററെ, ആ ദർശനമാണ് ആളുടെ കെയറിങ്. ഞാൻ 365 ദിവസം ഉണ്ട്, 260 ദിവസം വീട്ടിലില്ല. എങ്കിലും എൻ്റെ ചർച്ചക്കാരോട് ചോദിക്കണം എങ്ങനെയാണ് ഞാൻ അവരോട്. കെയറിങ്ങാണ്. പക്ഷെ വിശ്വാസിയോട് ഞാൻ പറയാം, നീ ദൈവകൃപയിൽ നിൽക്കേണ്ടത്, പ്രൈസ് ലോർഡ്, സഹവിശ്വാസിയുടെ സ്നേഹം നിമിത്തമാകരുത്, ദൈവദാസന്മാരുടെ സ്നേഹം നിമിത്തമാകരുത്. നീ നിന്നെ കൃപയിൽ പിടിച്ചു നിർത്തേണ്ടത് നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയ നിന്റെ പ്രാണപ്രിയന്റെ സ്നേഹമായിരിക്കണം. സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞാനിവിടെ നിൽക്കുന്നത്, നിർത്തേണ്ടത്, എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തേണ്ടത് എന്റെ പ്രാണപ്രിയന്റെ സ്നേഹമത്രേ. അവൻ ആരുമില്ലെന്ന് വരും, എല്ലാവരും വിട്ട് ഓടിപ്പോകും. ഡെഡ് ബോഡി കിടക്കുകയാണ്. പല കൺവെൻഷൻ ചെയ്ത് പ്രസംഗിച്ചിട്ട് എനിക്ക് പ്രസംഗം തുടരാൻ കഴിയാതെ പോയി. ആരുമില്ലെന്ന് വന്നു. അനാഥശവം പോലെ എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു. 6 മണിക്കുള്ളിൽ ഡെഡ് ബോഡി ഏറ്റുവാങ്ങിയില്ലേ പിന്നെ അവർ തൊടില്ല. അങ്ങനെ ആ നിയമം ആവർത്തന പുസ്തകത്തിലൊക്കെ ഉണ്ട്. പിന്നെ ശബത്തേൽ അവർ തൊടില്ല. ശബത്തിൽ തൊട്ടാ അശുദ്ധന. പിന്നെ അത് കിടന്ന് അളിയും ചെയ്യും, കഴുകന്മാർ കൊത്തിപ്പറിക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവമക്കളെ, നിങ്ങളുടെ ആരുടെ പേരും വീട്ടുപേരുമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, അല്പസമയത്തേക്ക് ചിലപ്പോൾ നിനക്കാരുമില്ലെന്ന് വരും, നിനക്കാരുമില്ലെന്ന് തോന്നും. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, നിനക്കാരുമില്ലാതെ വരില്ല. ഓ ഷറകമ സംധന, നിനക്കാരുമില്ലാതെ വരില്ല. കരമടിച്ച് പിശാചി കേൾക്കപ്പറ, എനിക്ക് ആരുമില്ലാതെ വരില്ല. ആരെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും, കൊച്ചപ്പൻ നോക്കിയില്ലേലും, ചിറ്റപ്പൻ നോക്കിയില്ലേലും, ആരൊക്കെ കൈവിട്ടാലും, ആര് നോക്കിയില്ലേലും എൻ്റെ ദൈവം ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരുക്കും. സമയത്ത് ദൈവം ആരെങ്കിലും ഒരുക്കും. ഇപ്പം വായിച്ച അടുത്ത വീട്ടിൽ പോയി നോക്കണം. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ധനവാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനും നീതിമാനുമായ യോസഫ് എന്ന ധനവാൻ. സ്വതന്ത്രം അല്ലേ? നല്ല എഴുതിയിരിക്കുന്നേ. ധൈര്യപ്പെട്ടു വന്ന് പീലാത്തോസ് ഡെഡ് ബോഡി ചോദിച്ചു. അവൻ ചോദിക്കാത്ത സമയം എടുത്തുകൊണ്ട് പോക്കോടാ വിട്ടുകൊടുത്തു. ഞാൻ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ, ഈ ചർച്ച് ബോർഡിൻ്റെ കൺവെൻഷനിൽ, ജനറൽ കൺവെൻഷൻ 101 കൺവെൻഷൻ പ്രസംഗം നിങ്ങൾ ആരിലൊക്കെ കേട്ടോന്ന് എനിക്കറിയില്ല. ആ ഭൂത ഭയങ്കരമായി ഓരോ സെൻറ്റൻസിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്താൻ തുടങ്ങി. അത് ഓരോന്നും ഒരു 10-20 കട്ടിങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ടടാ, പത്രോസായിരുന്നു ഈ ഡെഡ് ബോഡി അടക്കേണ്ടത്, പത്രോസായിരുന്നു കൊണ്ടുപോയത്, പത്രോസായിരുന്നു കൊണ്ടുപോകേണ്ടത്. അവൻ കാലുമാറി, അവൻ കൈവിട്ടു, അവൻ ഓടിപ്പോയി. പത്രോസേ, നീ ഓടിയത് നന്നായി, നീ കൈവിട്ടത് നന്നായി. അതുകൊണ്ട് ദൈവം ആമ്പിള്ളാരെ കാര്യസാധ്യനായി ഒരുക്കി വെച്ചു. ഇന്ന് രാത്രിയിൽ ഹോളിൽ വന്ന ദൈവവേദനെ, ചിലരൊക്കെ നിന്നെ കൈവിടുന്ന നല്ലതിനാ, ചിലരൊക്കെ നിന്നെ കൈയൊഴിയുന്ന നല്ലതിനാ. കാര്യപ്രാപ്തിയുള്ളവനെ ദൈവം നിന്റെ കാര്യം ഏൽപ്പിക്കും.
ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. നിന്റെ തലമുറ ചിലർ കൈവിട്ട് നല്ലതാ, സഹായിക്കാമെന്ന് പറഞ്ഞവർ, ഗൾഫിൽ കൊണ്ടാവെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞവർ തക്ക സമയത്ത് കൈയൊഴിഞ്ഞോ, കാലുകയറിയോ, കൈവിട്ടോ, നല്ലതിനാ. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, നിന്റെ തലമുറ ഉയർത്തിയത് ഇവരാരുമല്ല, എന്റെ ദൈവമാണെന്ന് വരണം. നീ പ്രതീക്ഷിച്ചിരുന്ന ചില വാതിലൊക്കെ അടഞ്ഞോ? ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, സമയത്ത് മോടെ കല്യാണത്തിന് പൈസ തരാമെന്ന് പറഞ്ഞു, കടം മാറാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു, എല്ലാം കൈയഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇന്ന് വന്നത് നീ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ചിലരൊക്കെ നിന്നെ കൈ ഒഴിയുന്നത് നല്ലതിന്. കൈ ഏൽക്കണ്ടവന്റെ കയ്യിൽ ദൈവം കാര്യം കൈയേൽപ്പിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ചില കൈയൊഴിഞ്ഞ നല്ലതാന്ന് പറ. അവർ കൈവിട്ട് നല്ലതിനാന്ന് പറ. ദൈവം കാര്യം ഫലമേൽപ്പിക്കവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. പത്രോസേ, നീ എന്റെ കർത്താവിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി എവിടെ അടക്കിയേനെ? കടത്തീരത്ത് കൊണ്ട് അടക്കിയേനെ. അല്ല, എവിടാ സ്ഥലം? പത്രോസ് ഓടിയത് നന്നായി, കൈയൊഴിഞ്ഞ് നന്നായി. കഴിവുള്ള ഒരുവന്റെ കയ്യിൽ ദൈവം കൊടുത്തു. ഞാനൊന്നുകൂടെ പറയാം. നിന്നെ സഹായിക്കാവുന്ന പറഞ്ഞ ചിലരെ സമയത്ത് കഴിഞ്ഞൊഴി നിനക്ക് ദുഃഖം ഉണ്ടായിരിക്കാം, ഇവിടെ ഭാരപ്പെടുകൊണ്ടാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പല ദൈവമക്കളുടെ അനുഭവമാണ്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, എൻ്റെ ദൈവം നിന്നെ ഉയർത്തി. എൻ്റെ ദൈവം നിന്റെ തലമുറ ഉയർത്തി. അവര് പറഞ്ഞേനെ അല്ലേ അവരാ ഉയർത്തിയെന്ന്, അവരാ സഹായിച്ചെന്ന്. അവരാരുമല്ല എന്നെ ഉയർത്തി, എൻ്റെ ദൈവം. സ്തോത്രം, 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 സ്തോത്രം.